KCകളിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ഇവിടെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 5-ാമത്തെ ദിവസമാണിന്ന്. ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാന സംഭവം ഏത്? ഓപ്ഷൻ ബി സവർണ ജാഥ. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ആര്? ഓപ്ഷൻ എ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏത്? 1917. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആര്? ഓപ്ഷൻ ഡി ജെയിംസ് ഓട്ടിസ്. അടുത്തത് ക്വസ്റ്റ്യൻ, കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ചൈനീസ് വിപ്ലവം. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ ബി അന്റോണിയോ ഗുട്ടറസ്. അടുത്ത ക്വസ്റ്റ്യൻ, തെക്കേ അമേരിക്കയും പസഫിക് വലയത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം ഏതാണ്? ഓപ്ഷൻ ഡി നാസ്ക. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏത്? ഓപ്ഷൻ എ ലോക്തക്. ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ നിമ്നമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റ് ഏത്? ഓപ്ഷൻ സി പശ്ചിമവാതങ്ങൾ. പ്രാഥമിക ശിലകൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആഗ്നേയ ശിലകൾ. കേരളത്തിൽ ചീന കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം ഏത്? ഓപ്ഷൻ ഡി കുണ്ടറ. മോക്ഷ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം ഏത്? ഓപ്ഷൻ സി യമൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ സി 1982. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം ക്ഷീരോത്പാദനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? ഓപ്ഷൻ എ 4-ാം പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, 1991 ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഒഴിവാക്കി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. ബാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26-ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര. 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69-ാമത് അംഗമായ രാജ്യം ഏത്? ഓപ്ഷൻ എ ഇസ്രായേൽ. ഇന്ത്യയിൽ പഞ്ചായത്തി രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ 1, 2, 3 ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതെല്ലാം? ആർട്ടിക്കിൾ 14, 19, 21. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഗവൺമെന്റിന്റെ ശിഷ്ടാധികാരത്തിൽ പെടുത്താവുന്നത് ഏത്? സൈബർ നിയമങ്ങളാണ് അവശിഷ്ടാധികാരങ്ങളിൽ പെടുത്താവുന്നത്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആര്? ഓപ്ഷൻ ബി ദാക്ഷായണി വേലായുധൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതെല്ലാം? 1, 2, 4 പരിത്യാഗം, പൗരത്വ അപഹാരം, നിർത്തലാക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ ആരാണ്? ഓപ്ഷൻ സി ഡി ഗുകേഷ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ഓപ്ഷൻ ഡി ജ്ഞാനേഷ് കുമാർ. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ്? ഓപ്ഷൻ സി 1600 രൂപ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഇവിടെ 1 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. 2025 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരാവകാശാപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര രൂപയാണ് ഫീസായി നൽകേണ്ടത്? ഇവിടെ ഫീസ് ഇല്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി മുഖ്യമന്ത്രി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, 3 ഇവിടെയായിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. സംസ്ഥാന തലത്തിൽ സമഗ്രമായ ആസൂത്രണം നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ 1967 കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ചു. ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് മുന്നോടിയായി എല്ലാ വർഷവും ബജറ്റ് അവതരണത്തിന് മുമ്പ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള എക്കണോമിക്സ് റിവ്യൂ.
2021 നിലവിൽ വന്ന എത്രാമത്തെ കേരള നിയമസഭയാണ്? 15ാമത്തെ കേരള നിയമസഭയാണ് 2021 നിലവിൽ വന്നത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ ബി കെ സ്മാർട്ട്. ഒരു പാരിസ്ഥിതിക സമൂഹത്തിന്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ഓപ്ഷൻ ബി റിവറ്റ് പോപ്പർ സിദ്ധാന്തം. അടുത്ത ക്വസ്റ്റ്യൻ, HIV അണുബാധ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആന്റി റിട്രോവൈറൽ തെറാപ്പി. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ഉണർവ്. ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സൈക്ലോസ്പോറിനാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഫാഗോസൈറ്റിക് ശ്വേതരക്താണുക്കൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഇവിടെ 1, 2, 4 ആണ്. ന്യൂട്രോഫിലും മോണോസൈറ്റും മാക്രോഫേജസും. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ ബി കരിമ്പുഴ. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. മൈക്രോ mRNAയുടെ കണ്ടുപിടുത്തം, ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്നുള്ളതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി പെഹൽഗാം. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണം ഏത്? ഓപ്ഷൻ ഡി വയലറ്റ്. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെയാണ് എതിരെയാണ്? ഓപ്ഷൻ സി ഘർഷണ ബലം. അടുത്ത ക്വസ്റ്റ്യൻ, ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ഓപ്ഷൻ ബി ഖരം. 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ സൗത്ത് ആഫ്രിക്ക. ഓപ്പറേഷൻ സിന്ധുവിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്ത്? S-400 ട്രയംഫ്. 47ാമത്തെ ക്വസ്റ്റ്യൻ, ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ pH മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. അറ്റോമിക സംഖ്യ 20 ഉള്ള മൂലകം ആവർത്തിക പട്ടികയിൽ ഏത് ബ്ലോക്കിലാണ്? എസ് ബ്ലോക്കിലാണ് വരുന്നത്. അമോണിയയുടെ തന്മാത്രാ ഭാരം 17 ആണെങ്കിൽ 34 ഗ്രാം അമോണിയ വാതകം STPയിൽ എത്ര വ്യാപ്തം എടുക്കും? 44.8 ലിറ്റർ. താഴെ പറയുന്നവയിൽ ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി നൈട്രിക് ആസിഡ്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽക്കരണം. താഴെ തന്നിരിക്കുന്നവയിൽ അനുഷ്ഠാന കല അല്ലാത്തത് ഏത്? തെയ്യവും മുടിയേറ്റും പടയണിയും ഒക്കെ അനുഷ്ഠാന കലകളാണ്, എന്നാൽ കൂടിയാട്ടം ഇതിൽ പെടുന്നതല്ല. കെ സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ സി GV രാജ. തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? കുഞ്ഞനന്തൻ നായർ. താരിതു മാമക ഹൃദയം വീണിതു ചേരട്ടെ നിൻ തൃച്ചേവടിയിൽ പാപശിലാകൂടത്തിനുമുയരാം കാരുണ്യത്തിൻ തൃച്ചേവടിയിൽ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരിയുത്തരം കണ്ടെത്തുക. സുഗതകുമാരി, ഇരുൾ ചിറകുകൾ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻ കുട്ടി മാരാർ. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പി അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് പായൽ കപാഡിയ. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ രൗദ്ര സാഹിത്യത്തിന്റെ കർത്താവാര്? ഓപ്ഷൻ എ പ്രഭാവർമ്മ. ഡാഷ് ഒരു ഉദാഹരണമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. HDMAയുടെ പൂർണ്ണ രൂപം എന്ത്? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. ജിംബിൽ ഒരു അനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ജിഫ്. താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ഗൂഗിൾ. സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം? ഓപ്ഷൻ ബി 2.
ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എത്ര വകുപ്പുകളുണ്ട്? ഓപ്ഷൻ ഡി 107. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് എന്ന്? ഓപ്ഷൻ ബി 2005 സെപ്റ്റംബർ 13. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി ഇല്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിക്കുന്നത്? ഓപ്ഷൻ എ തലശ്ശേരി. 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ജേതാവ് ആരാണ്? ഓപ്ഷൻ ബി മിഥുൻ ചക്രവർത്തി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏതു വർഷം? 1993 ഒക്ടോബർ 12. ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ദ കോബ്ര വിതേർഡ് ആൻഡ് ലാഷ്ഡ് അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. ഇവിടെ ഇന്നാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. She would have lived longer if she hadn't fallen. Something bitter and while tasting was coming up in his mouth. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഐഡന്റിഫൈ ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. I think he is from London. ഓപ്ഷൻ ബി isn't he. Select the correct indirect form of given sentence. Don't push me, the beggar. The beggar requests them not to push him. Anatolian means people of. ഓപ്ഷൻ ബി ഏഷ്യ മൈനർ. സിനോണിം ഓഫ് alienable. ഇതെല്ലാം ശരിയായിട്ടുള്ള ഉത്തരമാണ്. നെഗോഷ്യബിൾ, കൺവേയബിൾ, ട്രാൻസ്ഫറബിൾ ഇവയെല്ലാം ശരിയായിട്ട് വരുന്നതാണ്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ഇഡിയം ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓപ്ഷൻ ഡി ഇൻ റിട്ടൺ ഫോം. ദ ക്വാളിറ്റി ഓഫ് ബീങ് ക്ലവർ, ഒറിജിനൽ ആൻഡ് ഇൻവെൻറ്റീവ് ഈസ്. ഓപ്ഷൻ സി ഇൻജെന്യൂറ്റി. റീഅറേഞ്ച് ദ പാർട്സ് ഓഫ് ദ സെൻറ്റൻസ് ഇൻ കറക്റ്റ് ഓർഡർ. ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. അജഗരനായം എന്ന ശൈലിയുടെ പൊരുൾ എന്ത്? ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എഴുതുക. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് ശരിയായ പദം എഴുതുക. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക. ആ പ്ലസ് ഇടം വരുന്നത് അവിടം എന്നാണ്. കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥം തക്ക സമയത്ത് പ്രയോജനപ്പെടുക എന്നുള്ളതാണ്. പിരിച്ചെഴുതുക. വിണ്ടലം. വിൺ പ്ലസ് സ്ഥലമാണ് വിണ്ടലം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക. ഗുഹ, പേരാൽ എന്നതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. വിപരീത പദം എടുത്തെഴുതുക. ഉത്കർഷം. ഉത്കർഷത്തിന്റെ വിപരീത പദമാണ് അപകർഷം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ പര്യായ പദം എഴുതുക. ആരാമം. ആരാമം എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം എന്നാണ് അർത്ഥം. പൂന്തോട്ടം, ഉദ്യാനം എന്നാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഐറണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥം എഴുതുക. വിപരീത അർത്ഥ പ്രയോഗം.